തൃശൂർ ആർച്ച് ബിഷപ്പ് CBCIയുടെ അധ്യക്ഷൻ CBCI എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു എന്ന് വിശദീകരിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ ആസ്ഥാനത്തെത്തി ആ ക്രിസ്മസ് ഈവിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാജ്യത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് CBCI പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. അത് ആ നിലയ്ക്ക് തന്നെ സഭയ്ക്കും ഗുണകരമായി വരും എന്ന് നമുക്ക് വിചാരിക്കാമോ? ഹലോ, കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അഭിലാഷ്, CBCI പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് ക്രൈസ്തവരുടെ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെങ്ങും ആക്രമിക്കപ്പെടുന്ന വിഷയം, അതിനെക്കുറിച്ചുള്ള വേദന പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞു എന്നുള്ളതിൽ നമ്മൾക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മണിപ്പൂരിൽ അതിശക്തമായ ക്രൈസ്തവ ആക്രമണങ്ങൾ നടന്ന സമയത്ത് ഇതേപോലത്തെ വിരുന്നുകളുണ്ടായിരുന്നു. ആ വിരുന്നുകളിലൊന്നും ഇവർ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളത് മാധ്യമങ്ങളും ഞങ്ങളും വിശ്വാസികളുമെല്ലാം വലിയ വിമർശനമായി ഉയർത്തിയിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം പറയുന്നത്. ഇത് ഞാൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ സമയത്ത് പെടുത്തി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരല്പം നാളുകൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവിടെയും ഇവിടെയും എല്ലാം ചില പൊട്ടലും ചീറ്റലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികൾക്കൊപ്പം സകല മതത്തിലുള്ളവരും സകലരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രൈസ്തവർ എല്ലായിടത്തും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ചില പ്രത്യേക ഇടങ്ങളിൽ, പ്രത്യേകിച്ച് RSSനും മേൽക്കൈയുള്ള ചില പ്രത്യേക ഇടങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷത്തെ അപലപിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ വന്നിരുന്നു. ആ പ്രസ്താവനകൾ വന്നപ്പോൾ ഇത് വളരെ നിർദോഷകരമായ ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമ്മൾ കണക്കുകൂട്ടി. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന ധാരണയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒറ്റപ്പെട്ട സംഭവം എന്ന് കണക്ക് കൂട്ടിയത് വലിയ തെറ്റായിപ്പോയി. വലിയ ഭീതി പരത്തുന്ന തരത്തിൽ പലയിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും 2023 UPയിലെ ചില മേഖലകളിലും മധ്യപ്രദേശിലും രാത്രികാല ശുശ്രൂഷകൾ പോലും നിർത്തിവെച്ചു എന്ന് ഓർക്കണം. ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ്. ഛത്തീസ്ഗഡിലെ പല ഗ്രാമങ്ങളിലും അവർ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ തൂക്കിയാൽ നാളെ ഒരു സംഘം ആളുകൾ വന്ന് ആക്രമിച്ചേക്കുമോ എന്ന ഭയത്തിൽ അവർ കഴിയുന്നു. ഒരു വല്ലാത്തൊരവസ്ഥ സംജാതമായി അവിടെ. അത്തരമൊരു തുടക്കം ഇവിടെ കേരളത്തിലും ഉണ്ടായോ എന്ന് നമ്മൾ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൊല്ലത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അത്തരമൊരു തുടക്കം ഇത് വളരെ നിസാരമാണ്. അവിടെയും ഇവിടെയും ഉണ്ടായ ചില പൊട്ടിച്ചീറ്റലുകൾ അല്ലേ, അല്ലെങ്കിൽ ഏതാനും ചില VHP വിശ്വ ഹിന്ദു പരിഷത്തുകാർ പറഞ്ഞതല്ലേ, അതിന് BJPയുമായി കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ എന്നൊന്നും ചോദിച്ച് സമയം കളയേണ്ട സമയമല്ല ഇത്. വളരെ കൃത്യമായി അല്ല, അവിടെ എനിക്കൊരു സംശയമുള്ളത് ശ്രീ ഷൈജു ആന്റണി, ഇന്നിപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് ചില ഫ്രിഞ്ച് എലമെന്റ്സ് കുഴപ്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നാണ്. ശരിക്കും VHP ഒരു ഫ്രിഞ്ച് എലമെന്റ് ആണോ? VHP വിശ്വ ഹിന്ദു പരിഷത്ത് 1964 BJPയുടെ അതേ പാരന്റ് ഓർഗനൈസേഷനായ സംഘ് പരിവാറിലെ അംഗമായി തുടങ്ങിയ MS ഗോൾവാൾക്കറിന്റെ കൂടി നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. VHP നേതാക്കൾ BJPയുടെ MPമാരായി പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. VHP ഈ പറഞ്ഞ സംഘ കുടുംബത്തിലെ ഒരു അംഗമാണ്, വഴിയെ പോകുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്. ആരോ വന്ന് ഞങ്ങളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ രക്ഷിച്ചാൽ കൊള്ളാം എന്ന മട്ടിലാണോ സഭാ നേതൃത്വം പ്രധാനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറയേണ്ടത്? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറയേണ്ടത്. വളരെ കൃത്യമായി സഭാ നേതൃത്വത്തിന്റെ അടുക്കലും ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നേരിടുന്ന വിവിധ സംഘടനകളുടെ അടുക്കലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കണക്ക് അതിരൂക്ഷമായി ഉയർന്നു പോകുന്നു, ഗ്രാഫ് ഉയർന്നു പോകുന്നു എന്ന് വളരെ വ്യക്തമായ കണക്കുകൾ സഹിതം
അത് വെറുതെ കണക്കുകളല്ല, അത് പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിട്ടുള്ളതിന്റെ കണക്കുകൾ മാത്രം വെച്ച് വളരെ കൃത്യമായ കണക്കുകൾ ഈ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്, CBCIയുടെ കയ്യിലുണ്ട്. അത് CBCI വളരെ കൃത്യമായി പറയേണ്ടതാണ്. ഇത് ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്നിവർ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് BJP ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, BJP ഇത് ചെയ്യുന്നില്ല. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് BJPയുടെ ഒരു പോഷക സംഘടനയല്ല എന്ന് വിശ്വസിക്കാൻ ഇവിടെയുള്ള സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീരാമസേന ഒരിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റു ചില ആളുകളാണ്, BJP അല്ല, വേറെ ചില സംഘടനകളാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഈ ഫ്രിഞ്ച് എലമെന്റ്സിന്റെ പ്രയോഗം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രയോഗം അമ്പേ പരാജയമാണ്. ഇവിടെയുള്ള സാമാന്യ മനുഷ്യർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാമെന്നേ. അതറിയാത്തത് കൊണ്ടല്ല ഈ പെരുമ്പാവൂര് ഒരു സിസ്റ്റർ റാണി മരിയയെ കുത്തിക്കൊന്നത് അത് BJP-കാരനല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്. സ്റ്റാൻ സ്വാമിക്ക് അപകടം നേരിട്ടപ്പോ ഇതിനെതിരെ ചെയ്തത് അത് BJP-കാരനല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്. കാന്ധമാലിൽ കൂട്ടക്കൊല ഉണ്ടായപ്പോ അത് BJP-കാരല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്, RSS-കാരല്ല. ഞാൻ പറഞ്ഞത് നൂറുകണക്കിന് സംഭവങ്ങൾ, മണിപ്പൂരിൽ 300-ലേറെ ദേവാലയങ്ങൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ, പുൽക്കൂടുകൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ, ക്രിസ്തുദേവന്റെ പ്രതിമകൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ ഇതൊന്നും ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്ന്, അതൊന്നും BJP നേരിട്ടല്ല ചെയ്തത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാനാകുമോ എന്ന സംശയം ഇവിടെയുള്ള സകല മനുഷ്യരിലുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ ഉണ്ടെന്നല്ല, ഇവിടെയുള്ള സകല മനുഷ്യർക്കും ആ സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയ്യപ്പ ഭജന നടക്കുന്ന ഇടത്ത് ക്രിസ്മസ് കരോൾ വന്നപ്പോ സ്നേഹപൂർവ്വം സ്വീകരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഈ തൃപ്പൂണിത്തുറയിൽ ക്രിസ്മസ് കരോൾ ചെന്നപ്പോ സ്നേഹപൂർവ്വം സ്വീകരിച്ച ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരമ്പരാഗതമായി തന്നെ കേരളത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയാണ്. ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, അത് എല്ലാ മതസ്ഥരും സാന്റാക്ലോസ് വീട്ടിലെത്താൻ കാത്തിരിക്കും. എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് കുട്ടികൾ, ഈ കരോളിൽ അണിനിരക്കും. അതൊക്കെ സ്വാഭാവികമായി സാധാരണയായി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്.